പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം എലിസബത്തിന്റെ സ്തുതികീർത്തനവും പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതവും ധ്യാന വിഷയമാക്കി. ഇന്ന് നമ്മൾ സ്നാപക യോഹന്നാന്റെ ജനനവും പരിച്ഛേദനവും സക്കറിയായുടെ പ്രവചന ഗീതവും ധ്യാന വിഷയമാക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. സ്നാപക യോഹന്നാന്റെ ജനനം കർത്താവിന്റെ വലിയ കാരുണ്യമാണെന്ന് സുവിശേഷകൻ എടുത്തു പറയുകയാണ്. ദൈവത്തിന്റെ വലിയ കാരുണ്യമാണ് സക്കറിയ എലിസബത്ത് ദമ്പതികൾക്ക് ദൈവം ഒരു പുത്രനെ നൽകിയത്. അവർക്ക് ഒരു പുത്രൻ ജനിച്ചുവെന്ന് കേട്ട് അവരോടൊത്ത് അവളുടെ ബന്ധുക്കളും അയൽക്കാരും എല്ലാവരും സന്തോഷിക്കുകയാണ്. അപ്പൊ സ്നാപക യോഹന്നാന്റെ ജനനം സകലർക്കും ആനന്ദത്തിന് ഹേതുവാകുകയാണ്. ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലുകളിൽ അനേകർ ആനന്ദിക്കുന്ന ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 8-ാം ദിവസം അവർ ശിശുവിന്റെ പരിച്ഛേദനത്തിന് വന്നു. 8-ാം ദിവസം ആൺകുഞ്ഞുങ്ങൾക്ക് പരിച്ഛേദനം നൽകണമെന്നുള്ളത് നിയമമാണ്. സക്കറിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ച് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞേക്കുകയാണ്, അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഇവിടെയും അതുപോലെ 8-ാം ദിവസം ആൺകുഞ്ഞുങ്ങളെല്ലാം പരിച്ഛേദനം ചെയ്യണം എന്ന കൽപ്പന നിയമം അവർ അനുസരിച്ചു. കുറ്റമറ്റ വിധം ദൈവത്തിന്റെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്നവരായിരുന്നു അവർ. പരിച്ഛേദനത്തിനായി ശിശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ പിതാവിന്റെ പേരനുസരിച്ച് സക്കറിയ എന്നവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. അവരുടെ ബന്ധുക്കൾ ആഗ്രഹിച്ചത് സക്കറിയ എന്ന് പേര് നൽകാൻ. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. സാധാരണ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ അപ്പനോട് അഭിപ്രായം ചോദിക്കാറുണ്ട്, അമ്മയോട് ആരും ചോദിക്കാറില്ല. സക്കറിയ മൂകനായിരിക്കുകയാണ്, അപ്പൊ അവനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവരങ്ങോട്ട് അഭിപ്രായം പറയുകയാണ്. ഇവരുടെ ചാർച്ചക്കാർ ബന്ധുജനങ്ങൾ പറയുകയാണ്, സക്കറിയ എന്നവന് പേരിടാം. അത് കേട്ട ഉടനെ ചോദിക്കാതെ തന്നെ എലിസബത്ത് ചാടിക്കേറി മറുപടി പറഞ്ഞു, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണെന്ന് ആംഗ്യം കാണിച്ച് അവർ സക്കറിയായോട് ചോദിച്ചു. അവൻ ഒരു എഴുത്തു പലക വരുത്തി എഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. സക്കറിയ എഴുത്തു പലക വരുത്തി അവന്റെ പേര് യോഹന്നാൻ എന്നാണ് എന്നെഴുതി കാണിച്ചപ്പോൾ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് അവർ അത്ഭുതപ്പെട്ടത്? അവർ അത്ഭുതപ്പെടാൻ കാരണം സാധാരണഗതിയിൽ ഇങ്ങനെയല്ല പേരിടുന്നത്. തന്റെ കുടുംബത്തിലുള്ളവരുടെ പേര്, അപ്പന്റെയോ കുടുംബ തലവന്മാരുടെ പേരായിരിക്കും കുഞ്ഞുങ്ങൾക്കിടുന്നത്. അതാണ് യഹൂദ പാരമ്പര്യം. പക്ഷെ ഇവരെന്താണ് ഈ പാരമ്പര്യമെല്ലാം ലംഘിച്ച് പ്രവർത്തിക്കുന്നത്? അതോർത്താണ് അവർ അത്ഭുതപ്പെട്ടത്. സക്കറിയ യോഹന്നാൻ എന്നാണ് അവന്റെ പേരെന്ന് എഴുതി കാണിച്ചതും തൽക്ഷണം അവന്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. ബൈബിളിന്റെ ലാറ്റിൻ പരിഭാഷയിൽ ഈ വാഴ്ത്തപ്പെട്ടവൻ എന്നതിന് ഉപയോഗിച്ചേക്കുന്ന പദം ബെനഡിക്തൂസ്. അതിനാൽ സക്കറിയായുടെ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഈ വാക്കുകളെ ബെനഡിക്തൂസ് എന്നാണ് അറിയപ്പെടുന്നത്. മാതാവിന്റെ സ്തോത്രഗീതത്തെ മാഗ്നിഫിക്കാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിക്കുന്നവനാണ്. നമ്മൾ പഴയ നിയമത്തിലുടനീളം കാണുന്നു
ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചു, ഇസഹാക്കിനെയും യാക്കോബിനെയും സന്ദർശിച്ചു, മോശയെ സന്ദർശിച്ചു, പ്രവാചകന്മാരെ സന്ദർശിച്ചു. രക്ഷാ ചരിത്രത്തിലുടനീളം കാണുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സന്ദർശിക്കുന്ന ദൈവമാണ്. ദൈവം സന്ദർശിക്കുന്നത് നീതിമാന്മാർക്ക് അനുഗ്രഹ കാരണവും വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ ചെയ്ത് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിക്ക് കാരണവുമാകും. യേശുവിലൂടെ ദൈവം തന്റെ രക്ഷയുടെ കൊമ്പുയർത്തി തന്റെ ജനത്തെ തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. മിശിഹായുടെ ശക്തിയുടെ അടയാളമാണ് ഈ കൊമ്പെന്ന് പറയുന്നത്. അതായത് തിന്മയോട് യുദ്ധം ചെയ്ത് തന്റെ ജനത്തെ മോചിപ്പിക്കാൻ ദൈവം ഒരു ശക്തനായ രക്ഷകനെ ഉയർത്തി. നമുക്ക് വേണ്ടി തിന്മയുടെ മേൽ വിജയം വരിക്കാൻ ദൈവം അയച്ച രക്ഷകൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15:15 ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എന്നെ അനുസ്മരിക്കണമേ, എന്നെ സന്ദർശിക്കണമേ. ദൈവമായ കർത്താവ് തന്റെ ജനത്തെ അനുസ്മരിക്കുമ്പോൾ അവിടുന്ന് അവരെ രക്ഷിക്കുവാനായി അവിടുന്ന് കടന്നു വരും. തന്റെ ജനത്തെ മോചിപ്പിക്കുവാനായി. ദൈവത്തെ ശക്തനായവനെന്ന് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളില് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളവനാണ്. സക്കറിയ അതെടുത്തു പറയുകയാണ്. നമുക്ക് ദൈവം തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. അത് ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെയാണ്. ദാവീദിന്റെ ഭവനത്തിൽ എന്ന് പറയുമ്പോൾ ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയും. ദാവീദിനോട് ചെയ്ത ഉടമ്പടിയെ കുറിച്ച് 2 സാമുവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലും 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിലും കണ്ടതാണ്. ആ ഉടമ്പടി ദൈവം നിവർത്തിയാക്കിയതാണ്. ആദ്യം മുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും. പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം എന്ന് പറഞ്ഞേക്കുന്നത് ഉടമ്പടി വാഗ്ദാനം. ദൈവത്തിന്റെ ഉടമ്പടി വാഗ്ദാനങ്ങളിൽ അവിടുത്തെ കാരുണ്യവും അത് പൂർത്തിയാക്കുന്നതിൽ അവിടുത്തെ വിശ്വസ്തതയുമാണ് വെളിപ്പെടുന്നതെന്ന് നമ്മൾ മുൻ ക്ലാസുകളിൽ ചിന്തയ്ക്ക് വിഷയമാക്കിയിട്ടുള്ളതാണ്. 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ, തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ. അതുമാത്രമല്ല, പിതാക്കന്മാരോട് ചെയ്ത കാരുണ്യം വാഗ്ദാനം നിവർത്തിയാക്കാനും. നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും. ദാവീദിനോട് ചെയ്ത ഉടമ്പടിക്കും അവിടുത്തെ വാക്കുകൾക്കും എല്ലാം ആധാരമായി പറഞ്ഞേക്കുന്നത് ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി പൂർത്തിയാക്കുകയാണ് ഇതുവഴി. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി വാഗ്ദാനം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിലൂടെ നവീകരിച്ചു. മാത്രമല്ല, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ. അപ്പൊ ഈ ശക്തനായ രക്ഷകനെ ഉയർത്തിയത് നമ്മെ ശത്രുക്കളിൽ നിന്ന്, അവരുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ. എന്താണ് എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യാനുള്ള ശുശ്രൂഷ? ദൈവാരാധനയാണ്. എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യാൻ കടപ്പെട്ട ശുശ്രൂഷ ദൈവാരാധനയാണ്. ദൈവഭക്തരുടെ പ്രധാന ധർമ്മം ദൈവാരാധനയാണ്. ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാൻ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപയാണ്. ദൈവാരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയാണോ അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയാണ്. ദൈവാരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് പൈശാചിക ശക്തികളും നമ്മുടെ തന്നെ തിന്മയും, അല്ലെങ്കിൽ നമ്മുടെ പാപാവസ്ഥയും തിന്മയുടെ ശക്തികളും ആണ് ദൈവാരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കും. നാം തിന്മയുടെ അടിമത്വത്തിലായ
നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കാളികളാകണം. നീതിബോധത്തോടെ ദൈവ തിരുമുൻപിൽ വ്യാപരിക്കണം. അപ്പോൾ നമുക്ക് തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി നിർഭയം ദൈവത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാം. തടസ്സം കൂടാതെ ദൈവത്തെ ആരാധിക്കാം. എപ്പോഴും ദൈവത്തിന്റെ തിരുമുൻപിൽ നിർഭയം അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യാം. സക്കറിയായുടെ പ്രവചന ഗീതത്തിൽ യോഹന്നാന്റെ ദൗത്യത്തെ കുറിച്ച് പറയാണ്. 76-ാം വാക്യം, നീയോ കുഞ്ഞേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. സ്നാപക യോഹന്നാന്റെ ദൗത്യം: 1, അത്യുന്നതന്റെ പ്രവാചകൻ. 2, കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അതാണ് യോഹന്നാന്റെ 2ാമത്തെ ധർമ്മം. 3-ാമതായിട്ട് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെ കുറിച്ച് അറിവ് കൊടുക്കാൻ. 4-ാമതായി യേശുവിലേക്ക് ജനത്തെ നയിക്കുക. അതേസമയം 69 മുതൽ ഈ 75 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്നത് ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് ദാവീദിന്റെ ഗോത്രത്തിൽ രക്ഷകനെ ഉയർത്തിയതിനെ കുറിച്ച്, ആ രക്ഷകനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 76-ൽ യോഹന്നാന്റെ ദൗത്യത്തെ കുറിച്ചാണ് പറയുന്നത്. സക്കറിയ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തിയിട്ട് ആ കുഞ്ഞിന്റെ ദൗത്യത്തെ കുറിച്ച്, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടത്തെ മുമ്പേ നീ പോകും. മലാക്കി 3:1-ലും യെശയ്യാ 40:3-ലും ഇത് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. 78 മുതലുള്ള വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ, ഈ ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ കർത്താവ് യേശു മിശിഹായെ കുറിച്ചാണ്. ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി, അതായത് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിച്ചേറ്റു പറയുന്ന പോലെ ബൈബിളിൽ ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി എന്ന പദപ്രയോഗമാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമെന്ന് വിശ്വാസ പ്രമാണത്തിൽ എടുത്തു പറയുന്നതിനുള്ള അടിസ്ഥാനം. നിത്യപ്രകാശമായ പരമപിതാവിൽ നിന്ന് ലോകത്തിലേക്ക് വന്ന പ്രകാശം, വെളിച്ചമാണ് യേശു. അതുകൊണ്ടാണ് അവനെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം എന്ന് പറയുന്നത്. ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടി, സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാൻ ഈ ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ യേശുവിലൂടെ ദൈവം നമ്മെ സന്ദർശിക്കുന്നു. ഇവിടെ യേശുവിലൂടെ ദൈവം നമ്മെ സന്ദർശിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, ശിക്ഷയ്ക്കല്ല. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് രക്ഷയുടെ ആനന്ദവും സമാധാനവും. ആനന്ദവും സമാധാനവും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നാം വിമോചിതരായതിന്റെ അടയാളമാണത്. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിമോചിതരായതിന്റെ അടയാളമാണ് ഈ പാപമോചനവും രക്ഷയും സമാധാനവും ആനന്ദവും എല്ലാം. 78-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക്, തിന്മയുടെ ആധിപത്യത്തിലായിരിക്കുന്നവർ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്നവർ, അവരെ പ്രകാശത്തിലേക്ക് നയിക്കാനാണ് ദൈവപുത്രൻ വന്നത്. അപ്പോൾ നമുക്ക് പാപമോചനവും രക്ഷയും നൽകാൻ, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ, രക്ഷയുടെ പാതയിലേക്ക് നമ്മെ നയിക്കാൻ, അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്ന നമുക്ക് പ്രകാശം വീശാനും, അഥവാ തിന്മയുടെ പാതയിൽ നിന്ന് ദൈവിക വഴികളിലേക്ക്, നന്മയുടെ പാതയിലേക്ക് നമ്മെ വഴികാട്ടി നയിക്കാൻ യേശുവിലൂടെയുള്ള രക്ഷാകര ദൗത്യം
നമ്മിൽ പൂർത്തിയാകുന്നതിന് അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകാൻ വേണ്ടിയാണ് യോഹന്നാനെ അയച്ചത്. പ്രിയമുള്ളവരെ, ഈ സക്കറിയായോടല്ലേ ദൈവദൂതൻ സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ് കൊടുത്തത്? അപ്പോൾ എന്തുകൊണ്ട് സക്കറിയ വിശ്വസിച്ചു? ദൈവം സന്ദർശിച്ചപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശിക്ഷയ്ക്ക് കാരണമായി സക്കറിയയ്ക്ക്. എന്നാൽ ഇപ്പോ സക്കറിയ ഇതെല്ലാം വിളിച്ചു പറയുകയാണ്. ഇതെന്തുകൊണ്ടാണ്? അവൻ മൂകനായി തീർന്നപ്പോൾ മൗനിയായി ദൈവത്തിന്റെ തിരുമുൻപിലിരുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ ധ്യാനിച്ചു. യേശുവിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി. സക്കറിയ ഒരു പുരോഹിതനായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ അറിയേണ്ടതാണ് ഇവയെല്ലാം, അറിഞ്ഞില്ല. ഇപ്പോൾ മൂകനായി കഴിഞ്ഞപ്പോൾ അവൻ അതെല്ലാം ദർശിച്ചു. മൗന ധ്യാനത്തിന് ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറക്കാനുള്ള ശക്തിയുണ്ട്. മൗന ധ്യാനത്തിന് ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനും ദർശിക്കാനും തക്ക വിധം നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറന്നു തരാൻ തക്ക ശക്തിയുണ്ട്. സക്കറിയ മൗനിയായി മൂകനായി ധ്യാനിച്ചിരുന്നു. അവന്റെ അധരങ്ങൾ തുറക്കപ്പെട്ടപ്പോൾ, നാവുകൾ തുറക്കപ്പെട്ടപ്പോൾ അവൻ കണ്ട മഹത്വം അവൻ പ്രകീർത്തിക്കുകയാണ്. ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ട് കണ്ട ആ മഹത്വം പ്രകീർത്തിക്കുകയാണ്. അങ്ങനെ സക്കറിയ അനുഗ്രഹീതനാവുകയാണ്. അപ്പൊ ദൈവം സന്ദർശിച്ചപ്പോൾ ആദ്യം താൽക്കാലികമായിട്ടെങ്കിലും സക്കറിയയ്ക്ക് അത് ശിക്ഷയ്ക്ക് കാരണമായി. അതെന്തുകൊണ്ട്? ദൈവത്തെ അവിശ്വസിച്ചു. വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ സന്ദർശനം അനുഗ്രഹ കാരണമാകുന്നത്, രക്ഷയിലേക്കുള്ള മാർഗമാകുന്നത്. അവിശ്വസിക്കുന്നവർക്ക് അത് ശിക്ഷാവിധി. അപ്പൊ ദൈവത്തിന്റെ സന്ദർശനം അനുഗ്രഹമാകാം, ശിക്ഷാവിധിയാകാം. നമ്മുടെ തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ്, നമ്മുടെ പ്രത്യുത്തരമനുസരിച്ചും സഹകരണമനുസരിച്ചുമാണ് ഇത് ശിക്ഷാവിധിയോ രക്ഷാവിധിയോ ആയി മാറുന്നത്. അപ്പൊ ഈ സക്കറിയായുടെ പ്രവചന ഗീതത്തിൽ എവിടെയെങ്കിലും ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്നു എന്ന് പറഞ്ഞോ? ഇല്ല. എലിസബത്ത് പറഞ്ഞു? ഇല്ല. അവർ രണ്ടുപേരും ദൈവത്തെ സ്തുതിച്ചു, ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങൾ ഓർത്ത്. അത് പ്രത്യേകിച്ച് ദൈവം തനിക്ക് ചെയ്ത, തങ്ങൾക്ക് വ്യക്തിപരമായി ചെയ്തതിലുപരി മനുഷ്യ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിന്റെ രക്ഷാകര കരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. യേശുവിൽ ആരംഭിക്കുന്ന രക്ഷയുടെ നവയുഗത്തെ കുറിച്ചാണ് പറയുന്നത്. ആ രക്ഷയുടെ നവയുഗത്തിലേക്ക് ജനത്തെ വഴികാട്ടി നയിക്കാൻ തങ്ങൾ ദൈവകരങ്ങളിലെ ഉപകരണമാകുന്നു എന്നതോർത്താണ് അവരുടെ സന്തോഷം. ദൈവത്തിന്റെ തിരുഹിതം പൂർത്തിയാക്കാൻ, തിരുമനസ് നിറവേറ്റാൻ തൃക്കരങ്ങളിലെ ഉപകരണങ്ങളാകുന്നു തങ്ങൾ എന്നതാണ് അവരുടെ ആനന്ദം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ ഒക്കെ ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുന്നതിനുള്ള ഉപകരണങ്ങളായി മാറണം. ദൈവത്തിലേക്ക് സകലരെയും വഴികാട്ടി നയിക്കുന്നവരാകണം. യേശുവിലൂടെ ദൈവം നിർവഹിച്ച ആ രക്ഷാകര കർമ്മം, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ദൈവം ചരിത്രത്തിൽ ആവിഷ്കരിക്കുന്നത് കാണാനും അതിൽ തങ്ങൾ പങ്കാളികളാകുന്നു. ഇതാണ് അവരുടെ സന്തോഷം. ദൈവത്തിന്റെ പ്രവൃത്തികൾ നിറവേറുന്നതിലാണ് അവരുടെ ആനന്ദം. അതിൽ നിന്ന് സകലരും അനുഭവിക്കേണ്ട സമാധാനവും ആനന്ദവും. സക്കറിയായുടെ പ്രവചന ഗീതത്തിന്റെ പൊരുള് അല്ലെങ്കിൽ സംഗ്രഹം ഇതാണ്. 80-ാം വാക്യത്തിൽ പറയുന്നു, ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. വിജന സ്ഥലത്ത് എന്ന് വെച്ചാൽ യോഹന്നാന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് വരെ യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യോഹന്നാനും യേശുവും തമ്മിലുള്ള കണ്ടുമുട്ടൽ യേശുവിന്റെ മാമോദീസായ്ക്ക് മുമ്പ് നടക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ലൂക്ക പറയും, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ ഒരു കണ്ടുമുട്ടൽ നടന്നു. എലിസബത്തും മറിയവും അമ്മമാർ തമ്മിലുള്ള കണ്ടുമുട്ടലും കുഞ്ഞുങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ. തനിക്ക് വഴിയൊരുക്കാൻ വന്നവനെ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് യേശുമിശിഹ അവനെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തു. മുന്നോടിയും
രക്ഷകനും തമ്മിലുള്ള കണ്ടുമുട്ടൽ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് നടന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാണ് സംഭവിക്കേണ്ടത്. നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ദൈവനാമത്തിൽ നമ്മൾ ഒരുമിച്ച് കണ്ടുമുട്ടുന്നതിൻ്റെ ആനന്ദം, ദൈവത്തെ സ്തുതിക്കുവാൻ, അതുപോലെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ ദൈവ ചൈതന്യത്താൽ നിറയണം. കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ കുഞ്ഞുങ്ങളെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അഭിഷേകം ചെയ്ത് സമർപ്പിക്കപ്പെടണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ അമ്മമാർക്ക് മാത്രമല്ല എല്ലാവർക്കും കടമയുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാ അഭിഷേകത്തോടെ വളരാൻ തക്ക വിധമുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടണം. അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവർ ഉണ്ടാകണം. അങ്ങനെയാണ് ദൈവ കൃപ നിറയുന്ന കുടുംബങ്ങൾ രൂപപ്പെടുന്നത്. അവരുടെയൊക്കെ ജീവിതങ്ങൾ കൃപയുടെ നീർച്ചാലായി മാറും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് സ്നാപക യോഹന്നാന്റെ ജനനം, പരിച്ഛേദനം, സക്കറിയായുടെ പ്രവചന ഗീതം. ഇതോടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 1-ാം അധ്യായത്തിൽ ധ്യാന വിഷയമാക്കിയ കാര്യങ്ങൾ ഒന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ, ഒന്നാമതായിട്ട് 1:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് ലൂക്ക ഈ സുവിശേഷം എഴുതുവാനായി പ്രേരിപ്പിച്ച കാര്യങ്ങൾ, സ്നാപക യോഹന്നാന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ്, മറിയത്തോടുള്ള മംഗളവാർത്ത, മറിയം എലിസബത്തിനെ കാണാൻ പോകുന്നത്, സ്നാപക യോഹന്നാന്റെ ജനനം, പരിച്ഛേദനം, സക്കറിയായുടെ പ്രവചന ഗീതം, ഇതെല്ലാം ലൂക്ക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഇടയിൽ നിറവേറിയ എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നു എന്ന് 1:3 പറഞ്ഞത്. ലൂക്ക എടുത്ത ഇഫർട്ട് ഇന്ന് നമ്മൾ എടുക്കുമോ? നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വ്യക്തമായി ആരാഞ്ഞറിഞ്ഞ് അതിനെക്കുറിച്ച് എല്ലാവരിലും വ്യക്തമായ ബോധ്യം ജനിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ എഴുതാനും പങ്കുവയ്ക്കാനും ഒക്കെ പരിശ്രമിക്കുമോ? ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള വിവരണങ്ങളിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ധ്യാനിച്ചതിന് ശേഷം ഇവ ദൈവമക്കളിൽ ബോധ്യം ജനിപ്പിക്കുന്നതിനു വേണ്ടി, ദൈവജനത്തെ ഒരുക്കുന്നതിനു വേണ്ടി, ദൈവസ്നേഹികളായ വ്യക്തികൾക്ക് ക്രമമായി ഇത് പറഞ്ഞു കൊടുക്കണം. ഇതിനെക്കുറിച്ച് എഴുതാനും പറയാനും നമുക്ക് ആ തീഷ്ണതയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളൊക്കെ അനേകർക്ക് അനുഗ്രഹത്തിന്റെ മാർഗങ്ങളായി, കൃപയുടെ നീർച്ചാലുകൾ ഒഴുക്കുന്നതിനുള്ള മാർഗങ്ങളാക്കി മാറ്റണം. അതുപോലെ പരിശുദ്ധ മറിയം മംഗളവാർത്ത സ്വീകരിക്കുന്നത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത്, തിടുക്കത്തിൽ എലിസബത്തിന്റെ അടുക്കൽ പോയത്, അവർ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രഗീതം പാടിയത്, സ്നാപക യോഹന്നാന്റെ ജനനം, സ്നാപക യോഹന്നാന്റെ പരിച്ഛേദനവും നാമകരണവും, സക്കറിയായുടെ പ്രവചന ഗീതം, ഇക്കാര്യങ്ങൾ അടങ്ങിയ ഈ 1-ാം അധ്യായത്തിൽ എന്തുമാത്രം ദൈവിക രഹസ്യങ്ങൾ കുത്തി നിറച്ചിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് ദൈവാനുഭവത്തിലേക്ക് വളരാൻ എന്തുമാത്രം വ്യക്തമായ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് ധ്യാനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.